പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്തോം മിഷൻ സെമിനാരിൽ നിന്നും സ്നേഹവന്ദനം. ഡിസംബർ 1 പള്ളിക്കൂദാശ കാലം 4-ാം വെള്ളി. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 45 മുതൽ 48 വരെയും, വെളിപാടിന്റെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 7 വരെയും. ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോടുകൂടെ 144,000 പേരും. മംഗളവാർത്ത കാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള 2016-17 ആരാധനാക്രമ വത്സരത്തിലെ അവസാന വിചിന്തന വിഷയത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. പള്ളിയെ, സഭയെ ഉദാശ ചെയ്ത് എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് പരമപിതാവിന് സുരഭില കാഴ്ചയായി സമർപ്പിക്കാൻ ഒരുങ്ങുന്ന അവസാന ദിനത്തെ ചിന്തകളിലേക്ക് നാം കടക്കുകയാണെന്ന്. വിചിന്തന വിഷയം കുഞ്ഞാടും കുഞ്ഞാടിന്റെ അനുയായികളും കുഞ്ഞാടാകുന്ന ദേവാലയവുമാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള 1-ാം വായനയിൽ നാം വായിക്കുന്നു, ഒരു കുഞ്ഞാട് സിയോൻ മലയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോടുകൂടെ 144,000 പേരും. അവരുടെ നെറ്റിയിൽ അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതപ്പെട്ടിട്ടുണ്ട്. ആരാണ് ഈ കുഞ്ഞാടും കുഞ്ഞാടിന്റെ അനുയായികളും? കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നു നിൽക്കുന്ന കുഞ്ഞാട്, കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത യേശു മിശിഹായാണ്. അനുയായികളും അവന്റെ കുരിശിലെ യാഗത്താൽ രക്ഷ പ്രാപിച്ച പുതിയ ഇസ്രായേലാണ്, തിരുസഭ. വെളിപാട് പുസ്തകത്തിൽ മറ്റൊരിടത്ത് നാം വായിക്കുന്നുണ്ടല്ലോ, പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി നീ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിത ജനവും ആക്കി. ഈ ദിവ്യ കുഞ്ഞാട് ബലിവസ്തുവും ബലിയർപ്പകനും മാത്രമല്ല, ബലിയർപ്പണ ആലയവുമാണ്. വെളിപാട് പുസ്തകത്തിലെ തന്നെ 21-ാം അധ്യായത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. ഈ ആലയത്തിന്റെ തുടർച്ച ഇന്ന് കുഞ്ഞാടിന്റെ സജീവ സാക്ഷികളായ ഞാനും നിങ്ങളുമാണ്. അതിനാൽ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ ദേവാലയത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നാം കടപ്പെട്ടവരാണ്. ഒപ്പം ഈ ആലയം പ്രാർത്ഥനയുടെ ആലയം എന്നതുപോലെ ദൈവവചനം പഠിപ്പിക്കാനും പങ്കുവയ്ക്കാനുള്ള ഇടമാണെന്ന് തിരിച്ചറിയാം. ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകിയിരുന്നത് പോലെ ഇന്നും വചനം ശ്രവിക്കാനും ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് ദൈവാലയം തുറന്നു കൊടുക്കാൻ, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ തമ്പുരാന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ വിശുദ്ധയാഗത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.